വാഹനങ്ങൾ ഒന്നും തന്നെ ഈ കാമ്പൗണ്ടിൽ തെക്കിന്റെ ശാന്തശീലൻ മൗട്ടത്തു രാജേന്ദ്രനും ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പുറവശത്തൂടെ പോകണം. പുറവശത്തൂടെ ഉൾവശത്തൂടെ അല്ല, പുറവശത്തൂടെ കയറണം. പുറവശത്ത് കയറുന്നതിനുള്ള മുൻവശത്ത് വരുമ്പോൾ അത് കടന്ന് ഈ പന്തലിലേക്ക് വരുന്നതിന് തടസ്സം ഉണ്ടാകാതിരിക്കും. ആരംഭമാവുകയായി, ആഘോഷമാവുകയായി. പ്രസിദ്ധമാകുന്ന കൊല്ലം പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമിയുടെ തിരുസന്നിധിയിൽ ഒരുങ്ങുന്ന ആനയൂട്ടിന് നേരം കുറിക്കുകയായി. ഈ പുണ്യഭൂമിയിൽ വന്നു ചേർന്നിരിക്കുന്ന മുഴുവൻ ഭക്തമാനസങ്ങൾക്കും ആഘോഷപ്രേമികൾക്കും ആനപ്രേമികൾക്കും മുഴുവൻ സജ്ജനങ്ങൾക്കും അതെ, ഈ പുണ്യഭൂമിയിലേക്ക് ഇതാ ആദ്യമായി പദം വെച്ച് ഭഗവാന്റെ പടിക്കെട്ട് ഇറങ്ങി
വരികയാണവൻ. എങ്ങുമെന്നും നാരായണ മന്ത്രങ്ങളും പ്രാർത്ഥനകളും നിറയുന്നവൻ. അതെ, ഇവൻ താരങ്ങൾക്കിടയിൽ തന്റെ പേര് കൊണ്ട് പ്രകമ്പനം സൃഷ്ടിക്കാൻ പോകുന്ന വീരനായകൻ കടന്നു വരികയാണവൻ. ആണുങ്ങളിലാണായി ആനകളിൽ ആനയായി പുത്തൻകുളത്തെ താരമായി തീർന്ന വില്ലാളി വീരൻ കടന്നു വരുന്നു. ഗജകേസരി പുത്തൻകുളം മോഹനകൃഷ്ണൻ. നിരവധി വീരന്മാർ അരങ്ങുവാഴുന്ന കേരളത്തിൽ എണ്ണം പറഞ്ഞ സൗന്ദര്യമായി തീർന്നവൻ. പഴയ വേഷങ്ങളിൽ പലതും ഭാരത മണ്ണിൽ നിന്നും മാതംഗ മലയാളത്തിൽ നിന്ന് ഗജശ്രേഷ്ഠൻ താരമാകാൻ തരംഗമാകാൻ ആനയെ അറിയുന്നവരുടെ മുന്നിൽ ആനയായി നിന്ന് വളർന്നവൻ ഗജകേസരി തടത്താവുള്ള മണികണ്ഠൻ. സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കിരീടം വെച്ചവർ അടക്കി വാഴുന്ന മണ്ണിലേക്ക് നാളെയുടെ കിരീടം ചൂടുവാൻ അണിഞ്ഞൊരുങ്ങുന്ന വീരന്റെ വരവ്, പുത്തൻകുളത്തെ താരത്തിന്റെ വരവ്. എണ്ണം പറഞ്ഞ ഒരു പിടി ഗജതാരങ്ങളെ മലയാളത്തിൽ പഠിപ്പിക്കുന്ന പുത്തൻകുളത്തിന്റെ ഇന്നത്തെ തലയെടുപ്പായിട്ടില്ല വരുന്നൊരു ഇളമുറ തമ്പുരാൻ. മത്സരം കൊണ്ടളന്ന മലയാളക്കരയുടെ കിരീടം വെച്ച യുവരാജാവായി മാറേണ്ടുന്ന മാതംഗ യൗവനം ഗജരാജകുമാരൻ പുത്തൻകുളം അനന്തകൃഷ്ണൻ. വരികയാണ്. ഗജരാജ ചന്ദ്രത്തിന്റെ സകല മൂർത്തി ഭാവങ്ങളും തന്നിലേക്ക് ആവാഹിച്ച യുവരമായി മാറുവാൻ ആകാര സൗന്ദര്യം വരമായി കിട്ടിയാണൊരുത്തൻ കടന്നു വരികയാണവൻ ഗജരാജൻ വേണാട് നീലകണ്ഠൻ. ആവേശത്തിന്റെ തീരാസാഗരം അണിനിരക്കുന്ന കൊല്ലപൂരത്തിന് ആരവം തീർക്കുവാൻ എഴുന്നള്ളി വരികയാണവൻ. തെക്കിന്റെ രാജഭൂമിയിൽ നിന്ന് ആന കേരളത്തിന് വരമായി കിട്ടിയ മറ്റൊരു അവതാര പിറവി. കറുകരുത്ത കാവർണ്ണം കൊണ്ട് ആന കേരളത്തിൽ താരമായി മരുന്നവൻ. വീണ്ടെടുത്ത കൊമ്പുകളുടെ വെൺമേഘകാന്തിയുമായി സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ഗജതിലകം. തികവാർന്ന വേദികളിൽ എഴുന്നള്ളി നിന്ന് തന്റെ ആകാര സൗന്ദര്യം എന്തെന്ന് കാണിച്ചു കൊടുത്തവൻ. ഏറ്റെടുത്ത വേദികളിലെല്ലാം ഏറ്റവും മികച്ച താരമായി മാറുവാൻ തനതായ സൗന്ദര്യം വരമായി കിട്ടിയ ആണൊരുത്തനിത ഈ മണ്ണിൽ വരികയാണ്. സാരഥി സ്വാബുവിന്റെ കയ്യും പിടിച്ചുകൊണ്ട് ദേശിംഗ നാടിന്റെ മടിത്തട്ടിൽ ആഘോഷം നിറച്ചുകൊണ്ട് വരികയാണ്. വടക്കൻ മണ്ണിന്റെ മടിത്തട്ടിൽ നിന്നും വരവ് കൊണ്ട് ചരിത്രം കുറിച്ച എണ്ണം പറഞ്ഞ യുവരാജ സൂര്യത്തിന്റെ താരമായി വളരുന്ന യുവരാജ പ്രജാപതി നവയുഗ കളഭകേസരി പുത്തൻകുളം വിക്രത്തിനും സാരഥി മാർഗം 1000 സ്വാഗതം സുസ്വാഗതം. ഒരു നാടൊന്നാകെ പൂരത്തിൽ ഒരുങ്ങുമ്പോൾ ആനയൂട്ടിനായ അനവധി ആനകൾ വന്നു നിൽക്കുമ്പോൾ ഇതാ ആവേശം നുകർന്നെടുത്ത ഗണപതി കടന്നു വരികയാണവൻ ഗജരാജൻ ഉണ്ണിമങ്ങാട് ഗണപതി രാജശേഖരൻ. ചുരൂർ മഠം രാജശേഖരനും സാരഥിമാർഗം ആനയൂട്ടിലേക്ക് സ്വാഗതം സുസ്വാഗതം. ഒന്നിനൊന്ന് മികച്ച വേദികളിൽ എന്തിനും പോകുന്ന ലളിതമായ അവതാരം കൊള്ളുന്ന രജപതി പാലക്കത്ര തറവാടിന്റെ അഭിമാന താരമായി ആന കേരളത്തിൽ നിറനിറയുന്നത് പേരുകേട്ട കൊമ്പന്മാർ
ഗോപുരവാതിൽ കടന്നവതരിക്കുകയാണവൻ. സാക്ഷാൽ വരാംഗ ശ്രേഷ്ഠ കുലപതി യുവരാജ കേസരി വേണാട്ടുമറ്റം ശ്രീകുമാർ. സൂര്യനെയും വെല്ലുന്ന കാന്തിയോടെ വളർന്നു വരുന്ന ഗജപിറവി വടക്കൻ മണ്ണിന്റെ പിറവിയിൽ വീട് വാളയാർ ചുരവും കടന്നു വന്ന് ആന കേരളത്തിന് ചുക്കാൻ പിടിക്കാൻ ഒരുങ്ങുന്ന ചുടക്കുട്ടി ഗജരാജകുമാരൻ കുളം അനന്തപുരത്തിന്റെ മണ്ണിൽ മടിയിലിട്ട് നാമം ചൊല്ലി വിളിച്ചപ്പോൾ പിച്ചവച്ച നാളിൽ തന്നെ വെറും പകരക്കാരൻ മാത്രമല്ല താനെന്നും തന്റെ നാമവും ഇവിടെ അനർത്ഥമാക്കി തീർക്കുമെന്നും അതെ ഉദിച്ചുയർന്നു നിൽക്കുന്ന താരത്തെ പോലെ ഹിമവൻ സിംഹം തോൽക്കുന്ന തലയെടുപ്പിന്റെ തെറ്റിന്റെ രാജഭൂമിയിൽ വിരാജിക്കുന്നവൻ വരികയാണ്. ഏറ്റെടുക്കുന്ന പൂരങ്ങളിലെല്ലാം തന്റെ ഇടത്തോട് നിലകൊള്ളുന്ന ഗജസേനാനി. പൂരങ്ങൾ കാരണം തീർക്കുവാൻ വടക്കൻ മണ്ണിൽ നിന്നും തെക്കൻ മണ്ണിലേക്ക് വന്നിറങ്ങിയവൻ. ചിറക്കര എന്ന നാടിനെ ആന കേരളത്തിൽ അടയാളപ്പെടുത്തിയ വീരപുത്രൻ ഗജസാമ്രാട്ട് ചിറക്കര ശ്രീറാം. രാജകീയ പ്രൗഢി എന്തെന്നും നാട് ഭരിക്കുന്ന നാട്ടുരാജാവാരെന്നതിന് ഉത്തരമിതാ. അതെ, വരികയാണവൻ. കൊല്ലംകാരുടെ ഇല്ലപ്പെരുമ തെക്കും വടക്കും കാണിച്ചു കൊടുത്ത നാട്ടുരാജാവ്. തെല്ലും ഭയമില്ലാത്ത രീതിയും വ്യത്യാസമില്ലാത്ത പ്രൗഢിയും തികഞ്ഞ എണ്ണം പറഞ്ഞ നാട്ടുരാജാവ് ഇതാ അവതരിക്കുന്നു. കൂടരെ കൊല്ലം പൂരത്തിന്റെ പടനായകൻ ഏകസഖ്യ ശ്രേഷ്ഠാധിപതി ഗജരാജരത്നം തൃക്കടവൂർ ശിവരാജു. അവതരിക്കുകയാണ്. ആനത്തത്തിന്റെയും ആനച്ചന്തത്തിന്റെയും അവസാന വാക്കായ കടവൂര. ഉദിച്ച തിങ്കളും നമിച്ചു പോകുന്ന അഴകുമായി ശബരിമലക്കാട്ടിൽ പിറവികൊണ്ട സഖ്യരാജൻ. മാടി വിളിച്ച കൊമ്പൂന്നിയുടെ മടിത്തട്ടിൽ സൂര്യശോഭ പകർന്ന് വളർന്ന പാലകാപ്യൻ. മുടികൂടാതെ, അതെ മടികൂടാതെ കടവൂരിലെത്തി ശിഷ്ടജീവിതം അഷ്ടമുടി കായൽക്കരയിൽ സമർപ്പിച്ചവൻ വന്നു ചേരുകയാണ്. കഷ്ടതകൾ അകറ്റുന്ന ഇഷ്ടമൂർത്തിയുടെ നടയിൽ നിന്നും നടയമരങ്ങൾ ഉറപ്പിച്ച നാട്ടുരാജാവായി വളർന്നവൻ. പാതയിൽ പതിയായ പാർവതിക്കും പതിയായ മഹേശ്വര പുത്രനായിട്ടിതാ തൃക്കടവൂരപ്പന്റെ ചന്തമുള്ള നാടൻ കൊമ്പനാന നാട്ടുരാജാവ് ഭൈരവ രൗദ്രപ്രിയ ഗജാധിപതി ഗജരാജമന്നാടിയാർ തൃക്കടവൂർ ശിവരാജു. തിരുവിതാംകൂറിന്റെ തിരുമുറ്റത്തിനാ ഒരുങ്ങി നിൽക്കുകയാണ് തിരുവിതാംകൂറിന്റെ വല്യ. ആനയോട്ടിനുള്ള ആദ്യത്തെ വിഭവം ഗോപാലകൃഷ്ണന്റെ മുമ്പിലേക്കാണ് സമർപ്പിക്കേണ്ടത്. ആനയെ നേർച്ചയായി വാസിപ്പിള്ള ചെന്നം തേവള്ളി കൊല്ലം ലക്ഷ്മിക്കുട്ടിയമ്മ നവോദയ ആശ്രമം രാജേഷ് പ്രതാപൻ കൃഷിക കീർത്തിനഗർ 38 ആശ്രമം ശ്രീ ഇ മനോഹരൻ അമ്മ ലൈജു ശരണഭവൻ മുണ്ടക്കൽ കൊല്ലം നരേഷ് നരേന്ദ്രൻ കോളിമാർ കൊല്ലം